നമസ്കാരം, കിളിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പാനിപ്പൂരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ഇത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമ്മൾ ബൂരിയാണ് ഉണ്ടാക്കുന്നത്. പാനിപ്പൂരിക്ക് വേണ്ട ബൂരിയാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ റവ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. റവ നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് വേണം അത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് മാറ്റി വെക്കണം. അതിനുശേഷം ഈ മാവ് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായി വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് വേണം മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ബൂരിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ തന്നെ. ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബൂരികളായിട്ട് പരത്തിയെടുക്കണം. അതിനായിട്ട് നമ്മൾ കുറച്ച് പൊടി തൂവി മാവ് എടുത്ത് പരത്തി കൊടുത്ത് നമ്മളെന്തെങ്കിലും വട്ടത്തിലുള്ള കട്ടറോ അല്ലെങ്കിൽ ഗ്ലാസ്സോ വെച്ച് ചെറിയ ചെറിയ പൂരികളുടെ ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇനി നമുക്കത് എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരി എടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഓരോരോ പൂരികളായിട്ട് വറുത്ത് കോരാം. ഞാനിപ്പോൾ ഇവിടെ ഇത് ഒക്കെ പരത്തി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പതുക്കെ ഒരു കയ്യിൽ വെച്ചിട്ട് പതുക്കെ അമർത്തി കൊടുക്കാം. നന്നായിട്ട് അമർത്തി കൊടുക്കരുത്. പതുക്കെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ നന്നായി പൊള്ളച്ച് വരും. ഇങ്ങനെ നമുക്ക് എല്ലാ പൂരികളും വറുത്തെടുക്കാം. ഇത് വറുത്തെടുത്തതിന് ശേഷം നമുക്കൊരു എയർടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം നമുക്ക് എടുത്ത് വയ്ക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറച്ചെടുത്തിട്ട് കഴിക്കാം. രണ്ട് സൈഡും ഒരു ഇളം ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എല്ലാം എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഈ പാനിപ്പൂരിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു വെള്ളം തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കഷ്ണം പുളിയും ഒരു അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ച് ഉരുക്കിയെടുക്കണം. ഇനി ഒരു ചട്നി അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പുളിയും ശർക്കരയും ഇട്ട് തിളപ്പിച്ചെടുത്തതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. മല്ലി, പുതിന, പച്ചമുളക്, ഇഞ്ചി കൂടി അരച്ചതാണ്, ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർക്കണം. അതാണ് ഇതിനൊരു മണം കൊടുക്കുന്നത്. കുറച്ച് ബൂന്തിയും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്കൊരു പൂരി എടുത്തിട്ട് അതിൽ നടുവിൽ ഇങ്ങനെ ഓട്ട തുളച്ചിട്ട് നമ്മൾ പട്ടാണിയും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് ഉണ്ടാക്കി വെച്ച മസാലയാണ്, അത് ഇതിൽ നിറച്ച് കൊടുക്കാം. അതിനുശേഷം പച്ചമുളകും സവോളയും മല്ലിയിലയും കൂടി പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പാനിയിൽ മുക്കിയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം. വളരെ എളുപ്പമാണ്, അടിപൊളിയാണ്. ഇനി നമുക്ക് ഇതേ പൂരി വെച്ചിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്. നമ്മൾ നേരത്തെ ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം നമ്മൾ പൂരി എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ പൊടിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് പട്ടാണി മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ
വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിയും മധുരവും എരിവും ഒക്കെ ഉള്ള വെള്ളമാണത്. ഇനി ഇതിലേക്ക് ഒരു പിടി മിക്സ്ചർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു പിടി സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം മല്ലിയിലയും തൂവി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചാട്ട് മസാലയാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അല്പം ലെമൺ ജ്യൂസ് കൂടി ചേർക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.